ഹരിമാർ സർ, നമസ്കാരം. നമസ്തേ. രാജ്യത്തിന് അപമാനമായി തീരുകയാണോ എയർ ഇന്ത്യ? കഴിഞ്ഞ ദിവസം സംഭവിച്ച അഹമ്മദാബാദിലെ വിമാന അപകടത്തിൽ 248 മരണങ്ങളാണ് മൊത്തത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിൽ മലയാളിയായ രഞ്ജിത ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ഈ ഒരു സമയത്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ എയർ ഇന്ത്യക്കെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളും അതോടൊപ്പം തന്നെ കുറ്റപ്പെടുത്തലുകളൊക്കെ സംഭവിക്കുന്നത്. അതായത് ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ആളുകളുടെ ഭയത്തിൽ നിന്നും രോക്ഷത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നുമൊക്കെയാണ്. നിരവധി ആളുകൾ എയർ ഇന്ത്യ സർവീസ് ആശ്രയിക്കുന്ന ആളുകളുണ്ട് ഒരുപാട്. അപ്പോൾ അവർ ചോദിക്കുന്നത് ഇനി നമ്മൾ എന്ത് വിശ്വസിച്ചിട്ട് ഈ എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യണം എന്നാണ്. യഥാർത്ഥത്തിൽ അതൊരു കൃത്യമായിട്ടുള്ളൊരു ആശങ്ക തന്നെയല്ല. ഇനി എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യേണ്ടത്? 2022 എയർ ഇന്ത്യയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ടാറ്റയുടെ കൈവശം എത്തുന്നത്. അങ്ങനെ എത്തിയപ്പോൾ പലരും അതിലൊരു ചരിത്രപരമായ നീതി, ഒരു കാവ്യനീതി കണ്ടു. കാരണം ഈ എയർ ഇന്ത്യ തുടങ്ങുന്നത്, ഇന്ത്യൻ എയർലൈൻസ് അതല്ല തുടങ്ങുന്നത് JRD ടാറ്റയാണ്. എനിക്ക് തോന്നുന്നത്, ഒരു ഉദ്ദേശം ഞാൻ പറയുകയാണ്, 1932 പിന്നീടാണ് പതുക്കെ അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത്. അപ്പോ അങ്ങനെയുള്ള ഒരു വിമാന കമ്പനി വീണ്ടും ടാറ്റ പോലുള്ള അതീവ ബഹുമാനിക്കപ്പെടുന്ന കാര്യക്ഷമതയുടെ പ്രതിരൂപമെന്ന് ഇന്ത്യയിലാകെ നമ്മൾ വിശേഷിപ്പിക്കുന്ന, അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യവസായ ഗ്രൂപ്പ് എന്ന ഒരു വലിയ വിശേഷണം ലഭിച്ചിട്ടുള്ള ടാറ്റ ഗ്രൂപ്പ് അവരുടെ കൈവശം ഈ എയർ ഇന്ത്യ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പോലും വിചാരിച്ചിരുന്നു അതിൽ വലിയ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകും. ദൗർഭാഗ്യവശാൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഈ ടാറ്റ ഏറ്റെടുത്തപ്പോൾ ഇതിലെ പ്രശ്നങ്ങളൊക്കെ ഈ കൂനിന്മേൽ കുരു എന്ന പോലെ ഉള്ള ഒരു രീതിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് അവിടെ ചെയ്തത്. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അപ്പോ ഈ തരുണത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, വളരെ ദിവസങ്ങളായിട്ട്, ഇപ്പം എന്നോട് ചോദിച്ചല്ലോ വിമാനയാത്ര നമ്മൾ എങ്ങനെ ധൈര്യത്തോടെ നടത്തും. അതില് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ടാറ്റയ്ക്കെതിരെ, എയർ ഇന്ത്യയുടെ മാനേജ്മെന്റ് ആയ ടാറ്റയ്ക്കെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് യാത്രക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഉന്നയിച്ചിരുന്നത്. അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ദേശസ്നേഹികളായ ആൾക്കാർ, പ്രത്യേകിച്ച് ഈ ബി ജെ പിക്ക് ഒരു ചെറിയ BJP അനുയായികളിലെ ഈ അന്ധമായ അനുയായികളുണ്ട്. ഈ നമ്മൾ ഈ പറയുന്ന അന്ധമായ CPM, അന്ധം കമ്മി എന്ന് പറയുന്നത്, അതുപോലെ അന്ധം സംഘികളും അന്ധം പോങ്ങികളും ഒക്കെ ഉണ്ട്. ഈ അന്ധങ്ങളാണ് പലപ്പോഴും ടാറ്റയെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ ചാടി മുന്നോട്ട് വീണ് വാളും പരിചയമായിട്ട് ഒന്നും അറിയാൻ വയ്യാതെ മുമ്പിൽ നിൽക്കുന്നവരുടെ നേരെ വാള് ഓങ്ങിക്കൊണ്ട് ചെല്ലുന്നത്. പക്ഷെ അവരറിയുന്നില്ല, ഇന്നലത്തെ വിമാനാപകടത്തിൽ ഒരു BJPയുടെ ഒരു വലിയ നേതാവ് ആരാണ്? വിജയ് രൂപാണി. ഗുജറാത്ത് മുഖ്യമന്ത്രി. അദ്ദേഹം കൊല്ലപ്പെട്ടില്ലേ? ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും അതുപോലെ കേന്ദ്ര കൃഷി മന്ത്രിയുമായിട്ടുള്ള അദ്ദേഹം ശിവരാജ് സിംഗ് ചൗഹാൻ. ആ ശിവരാജ് സിംഗ് ചൗഹാൻ അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എയർ ഇന്ത്യയുടെ വിമാനത്തിലോട്ട് കയറി അദ്ദേഹത്തിന്റെ സീറ്റിലിരിക്കുമ്പോൾ ആ സീറ്റിന്റെ ആംറസ്റ്റ് ഒടിഞ്ഞു, സീറ്റ് തേണ്ട പുറകോട്ട് അങ്ങ് വീണുപോയി. ഈ KSRTC ബസ്സിൽ പോലും ഇങ്ങനത്തെ ഒരു സ്ഥിതി ഇന്നുണ്ടോ? നമ്മളൊക്കെ KSRTC ബസ് യാത്ര ചെയ്യുന്നവരാണ്. അതിൽ പോലും ഇങ്ങനത്തെ ഒരു സ്ഥിതിയില്ല. കേരളത്തിലെ പ്രൈവറ്റ് ബസ്സിലും ഇല്ല. ആ അവസ്ഥയാണ് ടാറ്റയുടെ കൈവശമുള്ള എയർ ഇന്ത്യയിലുള്ളത്. അപ്പോ ഈ അത് വിമാനത്തിനുള്ളിലെ സുഖസൗകര്യങ്ങളിൽ സുരക്ഷയുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. ഈ കഴിഞ്ഞ 2024 ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എയർ ഇന്ത്യക്ക് ഏതാണ്ട് 98 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു, 98 ലക്ഷം രൂപയുടെ ഫൈൻ അടിപ്പിച്ചു. കാരണം സുരക്ഷാ വീഴ്ചയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുന്ന് സൗദിയിലേക്കുള്ള ഒരു എയർ ഇന്ത്യ വിമാനത്തിന്റെ പൈലറ്റായിട്ട് ഇരുന്നത് ഒരു ട്രെയിനിയാണ്. ആലോചിച്ച് നോക്കിക്കേ, എത്ര വലിയ സുരക്ഷാ കോംപ്രമൈസ് ആണ് അവര് നടത്തിയത്. അത്ര വലിയ സുരക്ഷാ വീഴ്ചകളും എയർ ഇന്ത്യ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും ഇതൊക്കെ കോംപ്രമൈസ് ചെയ്യുകയാണ്. ഈ ഡ്രീം ലൈനർ വിമാനം തന്നെ നമ്മൾ അതിലേക്ക് വരുമ്പം വളരെ ഗൗരവമായിട്ടുള്ള ഒരു
വസ്തുത ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഈ വിമാനാപകടത്തിന് ശേഷം ട്വിറ്ററിൽ ഒരു വ്യക്തി ആകാശ് വത്സ അദ്ദേഹം ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്തു. അതായത് ഈ അപകടത്തിൽപ്പെട്ട വിമാനം ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് വന്നു ആദ്യം, പിന്നീടാണ് അഹമ്മദാബാദിൽ നിന്നും അത് ലണ്ടനിലേക്ക് പോയത്. അപ്പം ഈ യാത്രയ്ക്ക് മുമ്പ് തൊട്ടു മുമ്പുള്ള യാത്രയിലെ ഡൽഹി ടു അഹമ്മദാബാദ് പങ്കെടുത്ത വ്യക്തിയാണ് ഈ ആകാശ് പറയുന്നത് അതിനുള്ളിലെ AC വർക്ക് ചെയ്യുന്നില്ലായിരുന്നു വിമാനത്തിലെ. അതുപോലെ തന്നെ വിമാനത്തിന്റെ എന്റർടൈൻമെന്റ് സിസ്റ്റം ഇല്ലായിരുന്നു, വിമാനത്തിലെ പല സ്വിച്ചുകളും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അതായത് പിന്നെ ക്യാബിൻ ക്രൂവിനെ അലർട്ട് ചെയ്യാനുള്ള സ്വിച്ചുകളൊന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ യാത്രക്കാർ ആകെ ബുദ്ധിമുട്ടി പരീക്ഷീണരായിട്ടാണ് ഈ വിമാനം ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിൽ എത്തിയത്. അപ്പൊ അവിടെ വേറൊരു ചോദ്യം ചോദിക്കാം വേണമെങ്കിൽ, വിമാനത്തിനുള്ളിലെ സുഖസൗകര്യങ്ങൾ കുറവായിരുന്നെങ്കിലും എഞ്ചിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ ഉള്ളില് ഇത്രയും പ്രശ്നമാണെങ്കിൽ എഞ്ചിന്റെ കാര്യത്തിലും വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിമാനത്തിന് മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ടായിരുന്നിരിക്കണം. ഈ വിമാനത്തെ കുറിച്ച് ഒരുപാട് പാശ്ചാത്യ പൈലറ്റുമാര് ബ്ലോഗുകളിലൊക്കെ വന്നിട്ട് അവരെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു മുൻ പൈലറ്റിന്റെ അഭിപ്രായം കണ്ടു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒന്നുകിൽ പൈലറ്റിന്റെ അശ്രദ്ധ അതിനൊരു കാരണമായിരിക്കാം, അതല്ലെങ്കിൽ വിമാനത്തിന് എന്തെങ്കിലും പ്രോപ്പറായിട്ട് മെയിൻ്റനൻസോ അതല്ലെങ്കിൽ വിമാനത്തിന് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി. നമ്മൾ ഇന്നലെ മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, അതായത് ബോയിങ് കമ്പനി റെക്കോർഡ് ഈ അടുത്ത കാലത്തായിട്ട് വളരെ മോശമാണ്. നിരവധി തരത്തിലുള്ള ബോയിങ് വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. 737 മാക്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ 787 ഡ്രീം ലൈനറും പലവട്ടം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഹ്യൂമൻ കാഷ്വാലിറ്റീസിലേക്ക് നയിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അറിയാതിരുന്നത്. നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത് തെറ്റായിട്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും ബോയിങ് 787 ഡ്രീം ലൈനർ ഒരുപാട് പ്രശ്നങ്ങൾ വരികയും പൂർണ്ണമായിട്ട് ഗ്രൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വിമാനങ്ങൾ. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്നലെ മലയാളം പത്രങ്ങൾ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തൊരു വസ്തുതയുണ്ട്. സാം സാലേർ എന്ന് പറയുന്ന ഒരു മുൻ ബോയിങ് ജീവനക്കാരൻ, അദ്ദേഹം മുൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 15 കൊല്ലം അവിടെ എഞ്ചിനീയർ ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ കൊല്ലം മാസങ്ങളെ ആയിട്ടുള്ളൂ, അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ഒരു വാർണിംഗ് കൊടുത്തിരുന്നു, ഈ ഡ്രീം ലൈനറുകൾ ആകാശത്ത് വെച്ച് തകർന്നു വീഴുമെന്ന്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഡിപ്പാർട്ട്മെന്റ് മാറ്റി വേറെ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവച്ചു ബോയിങ് കമ്പനിക്കാർ. അപ്പം ബോയിങ്ങിനെതിരെയുള്ള ഈ ആരോപണവും ടാറ്റയുടെ ഈ അലസ മനോഭാവവും ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അത് ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചു എന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിന്റെ ഒരു ദുഃഖത്തിന്റെ പുറത്ത് പല ആളുകളും വലിയ രോക്ഷം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നത് എയർ ഇന്ത്യ പൂട്ടണം എന്നൊക്കെയാണ്. ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ നാഷണൽ കാരിയറായി മാറിയിരുന്ന ഒരു സംവിധാനം ഇപ്പൊ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അപമാനമായി മാറിയിരിക്കുന്നു എന്നതിലുള്ള ദുഃഖമാണ് യഥാർത്ഥത്തിൽ ആ രോക്ഷത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുബ്രഹ്മണ്യ സ്വാമിയെ പോലുള്ളവരൊക്കെ എക്സിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദി രാജിവെക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതില് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, കാരണം നേരത്തെ ഇത്തരത്തിൽ പല ആളുകളും രാജിവെച്ചിട്ടുണ്ട്. അപ്പം നരേന്ദ്രമോദി രാജിവെക്കണം, എങ്കിലേ സുതാര്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിൽ നടക്കുള്ളൂ, അല്ലെങ്കിൽ കൃത്യമായ സത്യം പുറത്തു വരില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അല്ല, നരേന്ദ്രമോദി രാജിവെക്കണോ? അത് സ്വാമി കുറെ നാളുകൊണ്ട് മോഡി രാജിവെക്കണമെന്ന് ശരിക്കും പറഞ്ഞാല് രാഹുൽ ഗാന്ധിയേക്കാൾ ശക്തമായിട്ട് പറയുന്ന ആളാണ് സുബ്രഹ്മണ്യ സ്വാമി. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ നമുക്ക് ഇതിലെ വസ്തുതകളിലേക്ക് വരാം. അപ്പോ ഞാൻ ഇതിനകത്തിൽ ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിരന്തരം വിമാന യാത്ര നടത്തുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേര് പ്രശാന്ത് എന്നാണ്. അപ്പം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു IT മേഖലയിലെ ഒരു വ്യവസായിയാണ്. അപ്പൊ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. അതായത് ഈ കഴിഞ്ഞ വർഷം 2024 അദ്ദേഹം ബോംബെയിൽ നിന്നും AI-119 എന്ന് പറയുന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ന്യൂയോർക്കിലേക്ക് പോയി. ജോൺ എഫ് കെന്നഡി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് അദ്ദേഹം ലാൻഡ് ചെയ്തത്. അപ്പൊ അദ്ദേഹം എന്നോട് പറയുന്നു, അദ്ദേഹത്തിന്റെ
എന്താണ് ഒരു കാളരാത്രി എന്നൊക്കെ, രാത്രിയല്ല പകലാണ്, എങ്കിലും കാളരാത്രി എന്ന് പറയുന്ന പോലെ ഒരു അനുഭവം, ഒരു നൈറ്റ് മെയർ ആയിരുന്നു ആ യാത്ര. കാരണം 16 മണിക്കൂർ എടുക്കും ബോംബെയിൽ നിന്നും ന്യൂയോർക്കിൽ എത്താൻ. ഇതൊരു ലോങ് ഹോൾ ഫ്ലൈറ്റ് ആണ്, ദീർഘദൂര ഫ്ലൈറ്റ് ആണ്. ഈ ഫ്ലൈറ്റിൽ അദ്ദേഹം പറയുന്നത് ഈ പിന്നെ ടോയ്ലറ്റ് ഡോറുകളൊക്കെ തന്നെ ശരിക്കും ഈ സെല്ലോ ടേപ്പ് ഒക്കെ വെച്ചിട്ടാണ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എയർ കണ്ടീഷണർ അത് കുറെ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ടാണ് അത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനുള്ളില് പിന്നെ ഇൻഫ്ലൈറ്റ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന 0-ആണ്. ഇപ്പോ വിദേശത്തുള്ള മറ്റ് എയർലൈനുകളിലൊക്കെ തന്നെ പരിമിതമായ രീതിയിലാണെങ്കിലും ഇൻഫ്ലൈറ്റില് വൈഫൈ നമുക്ക് നമ്മുടെ മെയിൽ ചെക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ ചെയ്യാനുള്ള വൈഫൈ അവൈലബിൾ ആണ്. ഇതൊന്നുമില്ല. ഈ 16 മണിക്കൂർ ഈ പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്ന ആളിന് നേരെ ചൊവ്വേ കാല് നീട്ടി വെക്കാനുള്ള ലെഗ് റൂം പോലും ഇല്ല എന്നുള്ള പരാതിയാണ് പറഞ്ഞത്. അപ്പം നിരവധി ആൾക്കാര്, എനിക്കറിയാവുന്ന ട്വിറ്ററിലൊക്കെ പിന്നെ ഒരു അഭിജിത്ത് അയ്യർ അദ്ദേഹം പറയുകയാണ്, പലപ്പോഴും ഈ ലെഗ് റൂമിന്റെ തന്നെ അഭാവം എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകളിലൊക്കെ ഒരു വലിയ, കാരണം അഡീഷണൽ സീറ്റൊക്കെ ഫിക്സ് ചെയ്താണ് ഈ പിന്നെ വിമാനം പറത്താൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഇത് യാത്രക്കാരോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. ഞാനത് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. അത് പിന്നെ നമ്മളിപ്പം മോഡി രാജിവെക്കണം എന്നൊന്നും ഞാൻ പറയില്ല, അതൊക്കെ ഒരു കടന്ന കൈയാണ്. പക്ഷേ സർക്കാർ ഇനിയും ആക്ട് ചെയ്തേ പറ്റൂ. ഈ അടുത്ത കാലത്ത് സർക്കാരിനെ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ കൂടി എപ്പോഴും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന അർണബ് ഗോസ്വാമി പോലും ഈ ടാറ്റായ്ക്ക് ഇത്രയും അധികം പിന്നെ ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുക്കണോ എന്നൊരു ചോദ്യം അവിടെ അദ്ദേഹം ഉന്നയിച്ചു. അത് വ്യോമയാന വകുപ്പ് സഹമന്ത്രിയോടാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോ ഒരുപക്ഷെ ഈ ഇങ്ങനെ ഒരു എയർ ഇന്ത്യ പോലുള്ള ഒരു സ്ഥാപനം ഏറ്റെടുക്കാൻ മറ്റാരും വരാതിരുന്നപ്പോൾ മുന്നോട്ട് വന്നതാണ് ടാറ്റ ഗ്രൂപ്പ്. അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടാവാം ടാറ്റ ഗ്രൂപ്പിന് ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കുന്നത്. പക്ഷെ ഇനി അത് കൊടുത്താൽ ഒരുപാട് ഇന്ത്യയിലെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടും. BJPക്ക് വേണ്ടി ഇതിനുവേണ്ടി ടാറ്റയെ വെറുതെ ആവശ്യമില്ലാതെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നും BJPക്കാർക്കോ RSSകാർക്കോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ ടാറ്റ ഭക്തന്മാരായിട്ട് പിന്നെ വടിവാളും വെട്ടൂത്തിയൊക്കെ ആയിട്ട് ചാടി ഇറങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, അതായത് BJPയുടെ വിലപ്പെട്ട നേതാക്കന്മാരും എയർ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവരുടെയും ജീവൻ അപകടത്തിലാണ്. വിജയ് രൂപാണിയുടെ ഉദാഹരണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് വിജയ് രൂപാണിയെ വേണോ അതോ നടരാജൻ ചന്ദ്രശേഖരനെ വേണോ? ഇത് ടാറ്റ ഒന്നും ഇല്ല ഇപ്പോഴവിടെ. സർ, ഈ വിമാന അപകടം ഒരു അട്ടിമറിയാണോ എന്നുള്ളൊരു ആശങ്ക, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളെ സമൂഹ മാധ്യമങ്ങളിലെ പല വാർത്താ ചാനലുകളും ചോദിക്കുന്നുണ്ട്. അതായത് ഇത് പറന്ന് വീഴുന്നതിനിടയിൽ ആ പ്രദേശത്ത് നിന്ന് ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്, എന്തോ വലിയ ശബ്ദം കേട്ടു. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ മേലിൽ വലിയ രീതിയിലുള്ള ഒരു വിജയം നേടിയിരിക്കുകയാണ്. പാകിസ്ഥാന് വലിയ രീതിയിലുള്ള തിരിച്ചടികളൊക്കെ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു നാശനഷ്ടം ഇന്ത്യക്ക് മേൽ ഉണ്ടാക്കാനായിട്ട് പല ക്ഷുദ്രശക്തികളും ശ്രമിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിരിക്കുമോ ഇത് എന്ന ചോദ്യം വരുന്നുണ്ട്. അങ്ങ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇത് ഒരു പിന്നെ അട്ടിമറിയാണെന്നും അതല്ല ഇതൊരു തീവ്രവാദ ആക്രമണമാണെന്നും ഒക്കെ പറഞ്ഞാൽ അത് വളരെ വലിയ കൗതുകത്തോടുകൂടി അത്തരം കോൺസ്പിറസി തിയറികൾ കേൾക്കാനായിട്ട് ആൾക്കാർ തയ്യാറാകുകയും നമ്മുടെ വീഡിയോ ഒരുപക്ഷെ വൈറലാവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ എന്താണെന്ന് ശ്രോതാക്കളും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള തിയറികൾ പ്രചരിപ്പിക്കുന്നവർ അവര് ചിന്തിക്കട്ടെ. എനിക്ക് തോന്നുന്നത് ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു നിരീക്ഷണം സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സെക്യൂരിറ്റി ഏജൻസികൾ, അതായത് വ്യോമയാന മേഖലയിലെ പിന്നെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസോ ആരും തന്നെ അത് അങ്ങനെ ഒരു സംശയം ഉന്നയിച്ചിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ മറ്റാരും അങ്ങനെ ഒരു സംശയം ഉന്നയിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുമില്ല. പക്ഷെ അതേസമയം തന്നെ 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുകയുമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് താഴെ നിന്നൊരു മിസൈലോ അതല്ലെങ്കിൽ വളരെ ഇതിപ്പോ ഒരു 600 അടി മാത്രം ഉയരത്തിൽ വെച്ചിട്ടാണ് വിമാനം ശക്തി നഷ്ടപ്പെട്ടത്. അപ്പോ അത്രയും ദൂരം പോകുന്ന എന്തെങ്കിലും ഒരു പിന്നെ ഒരു ലോങ് റേഞ്ച് റൈഫിളോ വല്ലതും വെച്ചിട്ട് വിമാനത്തിനെ ആക്രമിച്ചിട്ടുണ്ടോ
പക്ഷേ എനിക്ക് തോന്നുന്നു അതിനൊക്കെ കൃത്യമായ വിവരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ബ്ലാക്ക് ബോക്സ്, വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്, വിമാനത്തിന്റെ കോക്പിറ്റിലെ അവസാന നിമിഷങ്ങളിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ നമുക്ക് പിന്നെ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിലെ ഒരു യാത്രക്കാരനും ജീവനോടെ ഉണ്ടല്ലോ. ഇതിൽ ചില എക്സ്പേർട്സ് പറയുന്നത് എൻജിൻ പൂർണ്ണമായിട്ടും ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ടേക്ക് ഓഫും അതോടൊപ്പം തന്നെ വിമാനം ഇറക്കുന്നതുമാണ് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള 2 സ്റ്റേജുകൾ. അപ്പോൾ ഈ ഒരു സമയത്ത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എൻജിൻ സഡനായിട്ട് ഓഫായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പല എക്സ്പേർട്സും പറയും. അല്ല ഇതൊരു സാങ്കേതിക തകരാറ് എന്നുള്ള അർത്ഥത്തിലാണ് കൂടുതൽ ആൾക്കാരും സംശയം ഉന്നയിക്കുന്നത്. ഒന്നുകിൽ വിമാനത്തിന്റെ സാങ്കേതിക തകരാറ്, അതുകൊണ്ടാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ 787 ഡ്രീം ലൈനർ എല്ലാം ഗ്രൗണ്ട് ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തതായിട്ട് ഇപ്പോൾ ഞാൻ വാർത്ത കാണുന്നത് സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ തീവ്രവാദ ആക്രമണമോ അട്ടിമറിയോ ആണെങ്കിൽ സർക്കാർ അത് പറയുമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല, ആ വഴിക്കാവുമല്ലോ അന്വേഷണം നീങ്ങുന്നത്. അപ്പോ എനിക്ക് അതിനേക്കാളും ഒരു സാധ്യത എനിക്ക് തോന്നുന്നത് ഇവിടെ പിന്നെ പലപ്പോഴും വിമാനത്തിന്റെ തന്നെ ഡ്രീം ലൈനറിന്റെ തന്നെ പ്രശ്നങ്ങൾ. ഞാൻ ആദ്യമേ പറഞ്ഞു ബോയിങ് വിമാനങ്ങൾക്ക് വളരെ പ്രതിസന്ധിയുണ്ട്. അവര് ഇതെല്ലാം വഴിതിരിച്ചു വിടാൻ നോക്കും. സ്വാഭാവികമാണ്. കാരണം ബോയിങ്ങിന് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എയർബസ് ആണെങ്കിൽ ഇത്രയധികം അപകടത്തിൽ പെടുന്നില്ല. ഈ അപകടമൊന്നും ആദ്യമായിട്ടല്ല എയർ ഇന്ത്യ ഉണ്ടാക്കുന്നത്. എയർ ഇന്ത്യ 2020 ഞാനത് ഒരു ഉദാഹരണം പറയാം. കോഴിക്കോട്ട് വെച്ച് ഒരു എയർ ഇന്ത്യ വിമാനം ഇങ്ങനെ പിന്നെ ലാൻഡ് ചെയ്യുമ്പോൾ അത് തെന്നിപ്പോയിട്ട് പിന്നെ ഏതാണ്ട് 18ഓ 19ഓ യാത്രക്കാരും അതുപോലെ തന്നെ പൈലറ്റും കോ പൈലറ്റും ഒക്കെ മരിച്ച അപകടം ഉണ്ടായിട്ടില്ലേ? അതുപോലെ കോവിഡ് സമയത്ത് 2010 മംഗലാപുരത്ത് വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതേപോലത്തെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതിനു മുമ്പും ഉണ്ട്. അതുപോലെ പിന്നെ ബോംബെ എയർപോർട്ടിൽ വെച്ച് തന്നെ 3 നിയർ മിസ് ഉണ്ടായിട്ടുണ്ട് 2009. പിന്നെ ഒരിക്കല് ഈ എയർ ഇന്ത്യ ടാറ്റ ഒക്കെ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഈ ഫ്ലൈറ്റ് ക്രൂവും ക്യാപ്റ്റന്മാരും എല്ലാം കൂടെ തമ്മിലടിച്ചു. ഈ എയർ ഇന്ത്യ ഒക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഈ പ്രൈവറ്റ് ബസ് അടി നടന്ന പോലെ ഇവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങിയത് ഏതാണ്ട് 1 മണിക്കൂറോളം വിമാനം ആകാശത്തിലൂടെ അങ്ങനെ ഒഴുകി നടന്നു. ആരും പൈലറ്റ് ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല. അങ്ങനെ വരെ സംഭവിച്ചിട്ടുണ്ട് എയർ ഇന്ത്യക്ക്. അപ്പൊ എയർ ഇന്ത്യയുടെ സുരക്ഷാ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇത് ആദ്യത്തേതൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിത് ഒരു പിന്നെ തീവ്രവാദ ആക്രമണമെന്നോ അട്ടിമറിയെന്നോ ഒന്നും ഞാനിപ്പോ പറയത്തില്ല. സർക്കാർ അതിന്റെ അന്വേഷണ ഏജൻസികൾ പറയട്ടെ. എന്തായാലും അതിനും ഒരു സാധ്യതയുണ്ട്, അതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ ഒരു വലിയ ഒരു നീക്കങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. നമ്മൾ ഈ വിമാനങ്ങളിലെ ചരക്ക് ഹാൻഡിൽ ചെയ്യുന്ന ടർക്കിഷ് ഏജൻസിയെ നമ്മൾ മാറ്റി. അവരെ അത്ര വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. ഇതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് തെളിയിക്കുന്നിടം വരെ നമുക്ക് അതിലല്ല നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. കാരണം അങ്ങനെ ആണെങ്കിൽ നമ്മുടെ സുരക്ഷാ പ്രശ്നങ്ങള്, പ്രതിസന്ധികള് നമ്മൾ ഇതുപോലുള്ള പിന്നെ പലരെയും രക്ഷപ്പെടാൻ നമ്മൾ അനുവദിക്കുകയായിരിക്കും. വിമാന കമ്പനി ഉൾപ്പെടെയുള്ളവരെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ അവർ കാണിച്ച കൊള്ളരുതായ്മകള് അത് മറച്ചു വെക്കാൻ ഒരു അവസരം നമ്മൾ അവർക്ക് കൊടുക്കണം. അതുകൊണ്ട് തൽക്കാലം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് ഈ അന്വേഷണം പൂർത്തിയാകുന്നവരെ എന്തായാലും രാജ്യം ദുഃഖത്തിലാഴ്ത്തിയ ഈ ഏറ്റവും വലിയൊരു വിമാന അപകടത്തിൽ സുതാര്യമായിട്ടുള്ളൊരു അന്വേഷണം തന്നെയാണ് വേണ്ടത്. അന്ധമായ ഭക്തിയുടെ പുറത്ത് ടാറ്റയോ എയർ ഇന്ത്യയോ ഒന്നും സംരക്ഷിച്ച് നിർത്തുകയോ അവരെ വിമർശിക്കാതിരിക്കുകയോ ഒന്നും വേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നാണ് സാറ് പറഞ്ഞത്. എയർ ഇന്ത്യ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് അപമാനമായി തീരുന്ന വലിയ സാഹചര്യങ്ങളാണ് രൂപപ്പെടുന്നത്. എയർ ഇന്ത്യയിൽ ഇനി എന്ത് വിശ്വസിച്ചിട്ട് യാത്ര ചെയ്യുമെന്ന് യാത്രക്കാർ ആലോചിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ അവരെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്താനും പറ്റില്ല. സുതാര്യമായിട്ടുള്ളൊരു അന്വേഷണം വരട്ടെ, കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മളെല്ലാവരും അറിയട്ടെ. ഒരുപാട് നന്ദി സാർ.